കണ്ടിട്ട് ചിരിക്കൊന്നും വേണ്ട, കഴിയുന്നില്ല നിക്കാന്. അപ്പൊ ഇരുന്നിട്ട് ഇനി ചെയ്യാ പരിപാടി. അപ്പോ കുറച്ച് നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട്. കയ്യിലൊന്ന് തടവണ്ടിട്ട് കേട്ടോ. കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. തടവി കൊടുത്തിട്ട് നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴത്തെ ഇങ്ങനെ കുറച്ച് പഴത്തിന്റെ പേസ്റ്റ് എന്ന് പറയാം അല്ലേ. ഇതാണ് മക്കളെ നമ്മുടെ കണ്ണൂര് സ്പെഷ്യൽ ഉന്നക്കായ്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഉരുട്ടുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു കൊട്ട അവിടെ കൊടുക്കുക, ഇങ്ങനെ വറുത്തുക. ഇതിന് ഗ്രൈൻഡർ തന്നെ വേണം. ഗ്രൈൻഡറിലെല്ലാം ആയാലും നല്ലതുപോലെ കിട്ടും. നോക്കി ഞങ്ങള് ഇനി കുറേശ്ശെ നമ്മുടെ തേങ്ങാപ്പണ്ടാണ് ഇത് കേട്ടോ. തേങ്ങാക്കൂട്ട് ഇവിടെ പണ്ടെന്നാ പറയാ. തേങ്ങാപ്പണ്ടം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, അമർത്തി കൊടുക്കുക, അങ്ങനെ എടുക്കുക. ഇതെല്ലാം ഞാനിവിടെ വന്ന് പഠിച്ചതാണ് മക്കളെ. ഇനി ഒന്നും പഠിക്കാൻ ബാക്കിയില്ല. അതല്ല നിങ്ങൾക്ക് കേൾക്കണ്ടേ, ഒന്നും പഠിക്കാൻ ബാക്കിയില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെക്കാട്ടിലേറെ എന്ന് പറയും പോലെ പഠിച്ചു കഴിഞ്ഞ് ഞാനല്ല പറയുന്നത്, പുറമുള്ളവരും പറയൂ, ആക്കി കൊടുക്കുമ്പോ ഓരോരുത്തർ പറയും, ഇവിടെ ഉള്ള ഉമ്മയും പറയും, എല്ലാം പറയും. ഇനി നമ്മളെക്കാട്ടിലേറെ ആക്കാൻ പഠിച്ചിട്ടല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോ വളരെ സന്തോഷം അല്ലേ. അപ്പൊ ഇങ്ങനെ അത് മൂടിക്കൊടുക്കുക, ഇങ്ങനെ ജോയിന്റ് ആക്കിയിട്ട് പിന്നെ കയ്യിലിട്ടിട്ടാണ് പിന്നെ ചെയ്യാനുള്ളത്. ഇങ്ങോട്ട് വരില്ല. പിന്നെ ഇങ്ങനെ ഇനി കയ്യിലിട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അതിനൊരു നേക്കാണ്. ഇങ്ങനെ എന്റെ മാപ്പിള ചെയ്യും, ഇങ്ങനെ ആക്കി കൊടുക്കും, ഇങ്ങനെ തട്ടി കൊടുക്കുക. എന്ന് വെച്ചാൽ ഷേപ്പ് കിട്ടേണ്ടിട്ടാണ്, വേറെ ഒന്നല്ല, ഷേപ്പ് വരണ്ടിട്ടാണ്. ഓക്കെ, നമ്മുടെ ഉന്നക്കായ്. ഇത് ചെറുതാക്കാം, വലിയ ഉന്നക്കായാക്കാം, അതിന്റെ നടുക്കത്തെ സൈസ് ആക്കാം, എങ്ങനെ വേണേലും ആക്കാം. നോക്കിയാ അപ്പൊ ഇതേപോലെ ഞാൻ ഇതെല്ലാം ആക്കട്ടെ. ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ പണ്ടത്തിന് തന്നെ എന്താ ടേസ്റ്റ് എന്നറിയോ? പണ്ടത്തിന് നെയ്യില് ഉള്ളിയെല്ലാം മാളിച്ചിട്ട്